നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പമുള്ളത് വിജയനാഥ്, സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകനാണ്. അയ്യപ്പനെക്കുറിച്ചുള്ള പുസ്തകം എഴുതി പ്രശസ്തനായ ആളാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ടാണ് ഇന്ന് നമ്മുടെ ചർച്ച. ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എം മുരളിയെക്കുറിച്ചാണ്. രാഷ്ട്രീയത്തിലെ ഒരു കാലത്ത് 1980കളിലെ വലിയ നേതാവായിരുന്നു. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ KPCC പ്രസിഡന്റോ ഒക്കെ ആകേണ്ടിയിരുന്ന ആൾ എന്തുകൊണ്ടാണ് പിന്നോക്കം പോയത്? എന്തുകൊണ്ടാണ് 5 തവണ MLA ആയിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് വളർച്ച അദ്ദേഹത്തിന് മുരടിച്ചു പോയത്? എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സാറേ, എന്താണ് ഈ എം മുരളിയുടെ വളർച്ച മുരടിച്ചു പോകാനുള്ള കാരണമായി മാറി? പത്മകുമാർ ചെങ്ങന്നൂരുകാരനാണ്. അതെ, അതുകൊണ്ടാണ് ഈ എം മുരളിയെക്കുറിച്ച് ഇത്രയും വാചാലനാകുന്നത്. എം മുരളിയെ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മുഴുവൻ അത്രയും അങ്ങോട്ട് അറിവുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും മുരളിയുടെ മരണത്തിന് ശേഷം ആ ഭൗതിക ശരീരം ഇന്ദിരാഭവനിൽ കൊണ്ടുവന്ന് ആദരിച്ചതായാലും അത് AK ആൻ്റണി ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് വെച്ച് ആയതുകൊണ്ടാണ് ഈ ഇന്ദിരാഭവനിൽ എത്തിച്ചത്. പിന്നെ 5 തവണ MLA ആയിരുന്നു എന്ന് പറയുന്നത് കായംകുളത്തും മാവേലിക്കരയിലും പിന്നെ ചെങ്ങന്നൂരിലും ഒക്കെ ആയിട്ടാണ്. ഈ 5 തവണ MLA ആയിരുന്ന ഒരാൾ മന്ത്രിയായില്ല എന്ന് പറയുമ്പോൾ എം മുരളി മാത്രമല്ല, വേറെ പലരും ഉണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ 2016 വരെ ജയിച്ചു വന്ന റാന്നിയിലെ MLA ആയിരുന്ന പിന്നെ രാജു എബ്രഹാം പിണറായി വിജയൻ മന്ത്രി പദവി കൊടുത്തോ? പിണറായി വിജയനും ഉണ്ട് ഇത്തരത്തിൽ ഈ പിന്നെ ലാളിക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്. ഈ രാജു എബ്രഹാം എന്ന് പറയുന്നത് റാന്നിയിലെ ജ്യോതി ബസു എന്നാണ് അറിയപ്പെട്ടത് തന്നെ. കാരണം തുടർച്ചയായി റാന്നിക്ക് വലിയ വികസനമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് അവിടുത്തുകാർ പറയുന്നത്. അതെന്തെങ്കിലും ആകട്ടെ, ഇവിടെ 2ാമത്തെ തവണ ജയിച്ച് കയറി വന്നപ്പോഴേ മന്ത്രിയാക്കിയില്ല, ആദ്യ തവണ ജയിച്ച് കയറി വന്നപ്പോഴേ മരുമകനെ വാഴിച്ചില്ലേ. അതൊക്കെ നമ്മൾ നോക്കണം. അല്ലെ, പത്രപ്രവർത്തകയായിരുന്ന ആൾ വരെ വലിയ മന്ത്രിയാവുകയും വലിയ നല്ല വകുപ്പ് തന്നെ കിട്ടുകയും ചെയ്തു. അതും പത്തനംതിട്ടയിൽ നിന്ന് തന്നെ. അതിന് സഭയുടെ വലിയ സമ്മർദ്ദമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ മുരളിയെക്കുറിച്ച് പറഞ്ഞു. മുരളി നിങ്ങളുടെ പ്രദേശത്തൊക്കെ തന്നെ, ആ മണ്ഡലത്തിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ പിന്നെ മണ്ഡലത്തിൽ എന്ത് ജനനമോ മരണമോ ഉലകുളി അടിയന്തരമോ നൂലുകെട്ടോ എന്തുണ്ടെങ്കിലും മുരളി അവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് MLA ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. പത്മകുമാരെ, അതൊരു വലിയ കാര്യമാണ് കേട്ടോ. ഇപ്പം ജനങ്ങൾ നോക്കുന്നത് എന്താണെന്നറിയാമോ? പണ്ടൊന്നും ഈ MLA-മാരും MP-മാരും ഒന്നും ഒരു കല്യാണത്തിനോ ഒന്നും വിളിച്ചാലൊന്നും പോകത്തില്ല, ആളും തരുന്നു. അതെ, താഴെ തട്ടില്ല. പിന്നെ ഞാൻ എന്തിനാ അവൻ്റെ കല്യാണത്തിന് പോകാൻ, എൻ്റെ സ്റ്റാറ്റസ് അങ്ങനെയല്ലല്ലോ എന്ന് നോക്കും. ഇപ്പം അതല്ല, താഴെ തട്ടിലുള്ളതും കോളനിയിലുള്ളതുമായ കല്യാണത്തിനും മറ്റ് ചടങ്ങുകൾക്കും ഒക്കെ അവർ എത്തിയിരിക്കും എന്നുള്ളതാണ്. പത്മകുമാർ അറിയാം, 2016 നേമത്ത് നിന്ന് രാജഗോപാൽ വിജയിച്ചു പോയല്ലോ. അതെ. എന്തുകൊണ്ട് 2021 പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ നിരവധി കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഇതാണ്, ഈ രാജഗോപാൽ നല്ല പ്രായമുണ്ടായിരുന്നു. മണ്ഡലത്തിലെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം, കല്യാണം, പുലകുളി അടിയന്തരം, നൂലുകെട്ട്, ഇതിനെല്ലാത്തിനും അദ്ദേഹത്തിന് ഓടിയെത്താൻ കഴിയാതെ വന്നപ്പോൾ ജനം അത് വിലയിരുത്തി. തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു വീഴ്ച അവർക്ക് സംഭവിച്ചു. അവിടെ വേറൊരാളെ വിട്ടാലും പറ്റത്തില്ല. ഒരാൾ എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ സന്തോഷമായാലും ദുഃഖത്തിലും ഒക്കെ സമയത്ത് ഇവിടെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് അവർക്കൊരു സന്തോഷമാണ്. അവിടെയാണ് മുരളിയുടെ വിജയം എന്ന് പറയുന്നത്. ഒരുപക്ഷെ മുരളിയുടെ മരണം നിങ്ങളുടെ ആ പ്രദേശത്തൊക്കെ വലിയൊരു ഷോക്കും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ധാരാളം പേര് എത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. വേണ്ടത്ര പരിഗണന അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നത് രാഷ്ട്രീയമായിട്ട് ചിന്തിക്കാത്ത എല്ലാവർക്കും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല, അത്രയും പൊസിഷനിലായിരുന്നില്ല എത്തേണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായി നിന്ന് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഇലക്ഷന് കേരളത്തിൽ മുഴുവൻ വലിയ തരംഗമുണ്ടാക്കി കയറി വരുമ്പോൾ ഒക്കെ ഈ എം മുരളി ഭയങ്കര നേതാവായിരുന്നു. ഇന്ദിരാഗാന്ധി ഇനി ഒരിക്കലും കയറി വരില്ല, നിങ്ങളെല്ലാം എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് ആന്റണി വിളിക്കുമ്പോൾ പോലും മുരളി ഒന്ന് തർക്കിച്ചു നിന്നതാണ്. കരുണാകരനോട് നിൽക്കാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. പക്ഷേ ആന്റണി വളരെ സരസമായി മോനെ എന്ന് പറഞ്ഞ് വിളിച്ച് കൂടെ കൊണ്ടുപോയതാണ്. അങ്ങനെ കൊണ്ടുപോയത് ഈ ഉദകക്രിയ ചെയ്യാനായിരുന്നു അറിയാതെ വയ്യാതെ പോയി. ശരിയായിട്ടും ഒരു രാഷ്ട്രീയ കൊലപാതകമല്ലേ സാറേ അവിടെ നടന്നത്? അല്ല, AK ആന്റണിയുടെ കൂടെ ആ തണലിൽ നിന്നിട്ടുള്ള ആരെങ്കിലും വളർന്ന് വലുതായതായി കേട്ടിട്ടുണ്ടോ? ഈ വൻമരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ചെറിയ മരത്തിൻ്റെയും പുൽക്കൊടിയുടെയും കാര്യം എന്തായിരിക്കും?
വളരാൻ അനുവദിക്കത്തില്ലല്ലോ. ഇപ്പോൾ CPM നയിക്കുന്ന LDFിനകത്ത് നിൽക്കുന്നതാണ് CPI. CPIക്ക് എവിടെ വരെ വളരാൻ കഴിയും അറിയാമല്ലോ. CPM താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ ഒരുപടി മുന്നേ പോവുകയാണ് CPIയും താഴേക്ക് എന്നുള്ളതാണ്. അപ്പം ഈ മുരളി ആരുടെ AK ആന്റണിയുടെ തണലിലാണ് നിന്നത്. AK ആന്റണി ആളാരാ മോന് കൃത്യമായിട്ട് നമുക്ക് പറയാമല്ലോ. AK ആന്റണി പണ്ട് തിരുവനന്തപുരത്ത് ഞാൻ വന്നപ്പോൾ ഒക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ആന്റണി ലാളിത്യത്തിൻ്റെ ഉടമയാണ്, ലാളിത്യത്തിൻ്റെ മുഖമുദ്രയാണ്. ഇന്ദിരാഭവനിൽ പോകുന്നത് വീട്ടിൽ നിന്ന് പൊതിച്ചോറും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ഞാൻ ചോദിച്ചോളട്ടെ, എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയിട്ടുള്ള ആളാണ് AK ആന്റണി. എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ടുള്ള ആളാണ്. അത് ഭരണം ഉണ്ടായിരുന്ന കാലത്തും ഇല്ലാതിരുന്ന സമയത്തും എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിച്ചിട്ടുള്ള ആളാണ്. എന്താ ഈ AK ആന്റണി ഡൽഹിയിൽ നിന്ന് ഇപ്പം ഇങ്ങ് പോകുന്നതിൻ്റെ കാര്യം എന്താ? ആരോഗ്യകരമായ പ്രശ്നമാണെന്നാണ്. അതുണ്ടാകാം. ആരോഗ്യകരമായ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ നിന്നാൽ പോരെ, നല്ല സുഖ ചികിത്സ കിട്ടത്തില്ലേ, സൗജന്യ ചികിത്സ കിട്ടത്തില്ലേ? എയിംസ് ഉൾപ്പെടെയുള്ള വൻകിട ആശുപത്രികളും ഒക്കെ നിലനിൽക്കുന്ന ഡൽഹിയിൽ നിന്ന് എവിടെ തിരുവനന്തപുരത്ത് വന്നാണോ ഇത് ചെയ്യുന്നത്? ഇവിടെ എയിംസിന് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ എന്തിനാ വന്നത്? ഡൽഹിയിൽ നിന്നാൽ ഇനി പ്രയോജനമൊന്നുമില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന കമ്പനി പൂട്ടി. അതുകൊണ്ടാണ് പായം തെറുത്ത് കെട്ടി ഇങ്ങോട്ടേക്ക് പോകുന്നത്. 2019 ഇപ്പൊ 2019 എന്താണ്, കുഞ്ഞാലിക്കുട്ടി ഇവിടെ നിന്ന് MP ആയി ജയിച്ചു പോയി. ആ പോയ വണ്ടിക്ക് തന്നെ തിരിച്ചു പോകുന്നല്ലോ. കാര്യം എന്താ? അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഈ കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചൊക്കെ കഴിഞ്ഞുകൂടാനാണ് സൗകര്യം എന്ന് മനസ്സിലാക്കി. അപ്പോൾ AK ആന്റണി അവിടുന്ന് ഇങ്ങോട്ട് പോന്നപ്പോഴേ ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന് അവസാനവും കൂടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ആകുക എന്നുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു. അത് നടന്നില്ല. ബാക്കിയൊക്കെ നടന്നല്ലോ. അദ്ദേഹത്തിൻ്റെ മകനിപ്പോൾ എവിടാ? BJP പോയതിൻ്റെ ഒരു കാരണക്കാരനും AK ആന്റണിയാണ്. എന്തുകൊണ്ടാണ്? AK ആന്റണിയാണ് പറഞ്ഞു വിട്ടത്. ഞാൻ ചോദിച്ചോട്ടെ, പത്മകുമാർ മകൻ ജോലി ചെയ്യുന്ന കമ്പനി തകരാൻ പോവുകയാണെങ്കിൽ പത്മകുമാർ ഉപദേശിക്കത്തില്ലേ വേറൊരു ഇന്ന കമ്പനി എത്ര പെട്ടെന്ന് ചാടിക്കോളാൻ പറയും? അത് AK ആന്റണി ബുദ്ധിമാനാണ്. മകനെ നല്ല വഴിക്ക് ഏതൊരച്ഛനും അങ്ങനെ ആഗ്രഹിക്കത്തില്ലേ? അതിനെന്താ തെറ്റ്? നല്ലത് തന്നെ. പത്തനംതിട്ടയിൽ മത്സരിക്കുമ്പോൾ AK ആന്റണി നിശബ്ദമായിട്ട് അവിടുത്തെ സഭകളിലൊക്കെ ബിഷപ്പുമാരോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് മകൻ വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ. ഏത് പാർട്ടിയോ കാര്യമോ. അപ്പോൾ ഈ AK ആന്റണിയുടെ കൂടെ നിന്നാലൊന്നും ഒരുത്തർക്കും രക്ഷപ്പെടാൻ കഴിയത്തില്ല. മറിച്ച് അവസരത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ആരാണ്? കരുണാകരനെ ആലോചിക്കണം. ഈ കരുണാകരനെ അന്ന് എല്ലാവരും കുറ്റപ്പെടുത്തും, പരിഹസിക്കും. അന്ന് എല്ലാവരും ആകപ്പാടെ കരുണാകരൻ അന്ന് 3-4 വണ്ടിയുടെ അകമ്പടിയോടുകൂടിയാണ് പോകുന്നത്. നമ്മൾ വലിയ വലിയ പ്രശ്നമാക്കി പറഞ്ഞ ആൾക്കാരാണ് ഇന്ന് 31 വണ്ടിയുടെ ഇതോടുകൂടി പോകുന്നത്. രസകരമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ സാംബശിവനില്ലേ കാതികൻ, അന്ന് സാംബശിവന്റെ കഥാപ്രസംഗമൊക്കെ കത്തി നിൽക്കുന്ന കാലമാണ്. CPMന്റെ യോഗം, യോഗാനന്തരം സാംബശിവന്റെ കഥാപ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ്. എന്തിനാണ് ആള് കൂടും. അപ്പോൾ ഈ സാംബശിവന്റെ കഥാപ്രസംഗത്തിനകത്തൊക്കെ കരുണാകരനെ ഒരുപാട് കളിയാകും കേട്ടോ. അപ്പോൾ കരുണാകരൻ്റെ ഈ അനേകം വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഹൈ സ്പീഡിലാണ് പോകുന്നത്. ആ സ്പീഡിൽ പോകുമ്പം അതിനെ കളിയാക്കിക്കൊണ്ട്, അപ്പോൾ മുമ്പിൽ പോകുന്ന പൈലറ്റ് വാഹനം പോലീസ് കൈ കാണിക്കും, മാറിക്കോ 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 എന്നാ സാംബശിവൻ അത് പറയുന്നത്. മാറിക്കോ മാറിക്കോ, പുറകെ ഒരു സാധനം വരുന്നുണ്ട്, മാറിക്കോ എന്നുള്ള കളിയാക്കുമായിരുന്നു. സദസ് അത് വലിയ നന്നായിട്ടത് ആസ്വദിക്കും എന്നുള്ളതാണ്. ഒരിക്കൽ നവാബ് രാജേന്ദ്രൻ കൊണ്ട് കേസ് കൊടുത്തു കോടതിയിൽ. മുഖ്യമന്ത്രി ഇത്രയും സ്പീഡിലാണ് പോകുന്നത്, മുഖ്യമന്ത്രിയുടെ ജീവന് അപകടത്തിലാണ്, എനിക്ക് അക്കാര്യത്തിൽ ആശങ്കയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ കാരണം അതിലൊക്കെ നമ്മൾ കരുണാകരനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കരുണാകരൻ്റെ കാലത്ത് നാടിന് കുറച്ച് നേട്ടമുണ്ടായി. ഇപ്പം അത് കാണുന്ന എളിഞ്ഞ് നടക്കുന്നുണ്ടല്ലോ നമ്മളെല്ലാവരും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ. ആരാണ് അതിൻ്റെ കാരണക്കാരൻ? കരുണാകരനാണ്. അതുപോലെ നമ്മൾ ചെയ്ത സേവനങ്ങൾ മറക്കാൻ പാടില്ല. അന്ന് എൻ്റെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ ഈ ഇത് പ്രാവർത്തികമാകൂ പറഞ്ഞ ആളെ എൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. അതെ, കരുണാകരനോടൊപ്പം നിന്നിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ. കരുണാകരൻ വളർത്തിക്കൊണ്ടുവന്നവരൊക്കെ പലരും കരുണാകരനെ തിരിച്ചു കുത്തി.
അല്ലേ? അതെ. അപ്പോൾ അവരെയൊക്കെ കരുണാകരൻ എന്ത് ചെയ്തു? സംരക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടികൾ എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞത്. കരുണാകരനെ കൃഷ്ണഭക്തനാണ്. കൃഷ്ണൻ പിന്നെ ആശ്രിതരെ കൈവടിയാറില്ല കേട്ടോ. അതേ സ്വഭാവമാണ് കരുണാകരനും ഉള്ളതെന്നാണ്. പക്ഷേ ഇതിന് നേരെ വിപരീതമാണ് എ കെ ആന്റണി. എ കെ ആന്റണി സ്വന്തം പ്രതിച്ഛായയാണ് അദ്ദേഹത്തിന്. അത്രേ ഉള്ളൂ. എ കെ ആന്റണി ഇത് ഇവര് കരുണാകരനെ സംബന്ധിച്ച് പറയുമ്പോൾ നേതാക്കന്മാരെ ഉണ്ടാക്കി, ആന്റണിയെ സംബന്ധിച്ച് പറയുമ്പോൾ അനുയായികളെ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇപ്പം തിരുവനന്തപുരത്ത് VS ശിവകുമാറിനെയൊക്കെ MP ആയിട്ട് കൊണ്ടുവന്നത് ആരാ? കരുണാകരൻ. ഈ ചാൾസ് എന്ന് പറയുന്ന ഒരു MP നാടാർ സമുദായത്തിൽ നിന്നുള്ള ചാൾസ്, ആ നാടാർ വോട്ട് മുഴുവൻ കളക്ട് ചെയ്യുന്നതിലൊക്കെ കരുണാകരൻ സമർത്ഥനായിരുന്നു. ഈ ചാൾസ് MP ഒന്നും ഒരു കാലത്തും തിരുവനന്തപുരത്തിനൊന്നും ഒരു ഗുണവും ഉണ്ടാക്കിയിട്ടില്ലെന്നുള്ളതാണ്. അന്നൊക്കെ തമാശ. പക്ഷെ ഉപയോഗിക്കേണ്ടവരെ ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിക്കാൻ പുള്ളിക്കാരൻ. ഈ ചാൾസിനെ കൊണ്ട് ഗുണമില്ലെന്ന് പറഞ്ഞത് പാർലമെന്റിൽ പറയാറുണ്ടായിരുന്നു. അദ്ദേഹം പാർലമെന്റിൽ എഴുന്നേൽക്കാറില്ല ചോദ്യം ചോദിക്കാനായിട്ട്. എഴുന്നേൽക്കുന്ന ആകെ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ, മുണ്ട് മുറുക്കി കൊടുക്കാൻ മാത്രമെന്നാണ്. അന്ന് ചാൾസിന്റെ കാലത്ത് എന്തെങ്കിലും പറയണമെങ്കിലും അത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പറയണം. ഇന്നത്തെ പോലെ ട്രാൻസ്ലേറ്റ് ചെയ്തു പോകുന്ന സംവിധാനമില്ല. ഇന്നസെന്റ് പോയില്ലേ? ഇന്നസെന്റിന് മുണ്ട് മുറുക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്നസെന്റ് പാൻറ് ഇട്ടുകൊണ്ടാണ് പാർലമെന്റിൽ പോയത്. അപ്പം പിന്നെ മലയാളത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. മലയാളത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഉടനെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ അത് എത്തേണ്ടവരുടെ ചെവികളിൽ എത്തുന്നുണ്ട്. ഡബിൾ എ റഹീം പിന്നെ ഇംഗ്ലീഷിൽ പ്രസംഗിച്ച് വെറും ഒരു പിന്നെ കോമാളിയായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കരുണാകരൻ വളർത്തിക്കൊണ്ടു വന്ന, ഇപ്പം കരുണാകരൻ ഞാൻ ചോദിച്ചിട്ട് മാളയിലൊക്കെ എന്താണ് പിന്നെ കരുണാകരൻ മാറ്റിയെടുത്തത്? മാളയിലെ മാണിക്യമെന്നല്ലേ കരുണാകരനെ വിളിച്ചിരുന്നത്? ഇപ്പം ഞാൻ ഈ എ കെ ആന്റണിയെ പറ്റി പറയുമ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു ഓർമ്മ വരുന്നത്, ഞാനൊരിക്കൽ നമ്മുടെ ഈ പിന്നെ ചലച്ചിത്ര സീരിയൽ നടനുണ്ട് ഒരു GK പിള്ള, ഒരു മീശ, എല്ലാവർക്കും അറിയാം. വടക്കൻപാട്ട് സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്ന ആളാണ്. ഓക്കെ. ഇദ്ദേഹം ഏതാണ്ട് ഒരു 10-12 വർഷം മിലിറ്ററി സേവനം നടത്തിയ ആളാണ്. അതിനുശേഷമൊക്കെയാണ് വിരമിച്ചെങ്കിൽ പോന്ന് ഈ ചലച്ചിത്രം സീരിയൽ രംഗത്തൊക്കെ വന്നത്. അപ്പോൾ ഇദ്ദേഹം അന്ന് 13 വർഷമോ 15 വർഷമോ എങ്ങാണ്ടോ ആയിക്കഴിഞ്ഞാൽ പെൻഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് പെൻഷനില്ല. അപ്പോൾ ഞാൻ അന്ന് ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് പിന്നെ ഡിഫൻസ് മിനിസ്റ്റർ എ കെ ആന്റണിയാണ്. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് ഡിഫൻസ് മിനിസ്റ്റർ നമുക്ക് മലയാളിയായിട്ടുള്ള എ കെ ആന്റണിയാണല്ലോ, നേട്ടമൊക്കെ ഉണ്ടോ? ഈ പെൻഷൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ കിട്ടുമല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിനെ പോലെ ഇങ്ങനെ എഡ്ജിൽ വന്ന് നിൽക്കുന്ന വേറെ പലരും കാണും. ഒരു ആനുകൂല്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എത്രയോ ലക്ഷം പേർക്ക് അതിൻ്റെ ഗുണം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഈ GK പിള്ള ഉടനെ എടുത്ത വായിൽ പറഞ്ഞെന്നറിയാമോ? ഈ തൊട്ടപ്പുറത്ത് കാണുന്ന ആ പോസ്റ്റിനോട് ഞാൻ പോയി പറയട്ടെ, പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒന്ന് ചാഞ്ഞു തരാൻ പറഞ്ഞാൽ ഒന്ന് ചാഞ്ഞു തരും. അതാണ് എ കെ ആന്റണി. ഒരു കാര്യത്തിനകം ഞാൻ ചോദിച്ചോട്ടെ, അതവിടെ പെൻഷൻ്റെ ആ സർവീസ് പീരീഡ് അല്പം കൂടെ കൂട്ടിക്കൊടുത്താൽ അത് ഇല്ലീഗലല്ല. പലർക്കും ആനുകൂല്യങ്ങൾ കിട്ടണം. രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചവരല്ലേ, അർഹതപ്പെട്ടതാണ്, അവരത് ചോദിച്ചാൽ കൊടുക്കേണ്ടതാണ്. അതിനെ ആരും ചോദ്യം ചെയ്യില്ല എന്നുള്ളതാണ്. ഈ എ കെ ആന്റണിയുടെ തനി ഗുണം പിന്നീട് പലരും മനസ്സിലാക്കി എന്നുള്ളതാണ്. ഈ അന്ന് വലിയ ആദർശവും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് നടന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ആദർശത്തിലാണ് പലരും ആകൃഷ്ടരായിട്ടുള്ളത്. മുണ്ട് മാത്രവും പിന്നെ ഉടുത്ത്, ഒറ്റ മുണ്ട് ഉടുത്ത്, ചപ്പലും, ഖജനാവിൽ 5 പൈസ ഇല്ല, വീട്ടിലും ബാലൻസ് ഒന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു. സ്വന്തം മക്കളുടെ കാര്യവും കുടുംബത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ഭരണവും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് സാറേ, നമ്മൾ ഒരു കുടുംബം നോക്കാൻ അറിയാത്ത ഒരാൾക്ക് എങ്ങനെ സാറേ ഒരു രാജ്യം നോക്കാം, ഒരു സംസ്ഥാനം നോക്കാൻ? സംസ്ഥാനം ഒരു രാജ്യം നോക്കുന്നു. പിന്നെ ഡിഫൻസ് മിനിസ്റ്ററൊക്കെ ആയിട്ടിരുന്ന് ഇത്രയും കഴിവുകെട്ട ഒരു ഡിഫൻസ് മിനിസ്റ്ററെ ഇന്ത്യ കണ്ടിട്ടുണ്ടോ സാറേ? ലോകത്ത് അവരിലും കണ്ടിട്ടുണ്ടോ? അത്രമാത്രം നിസ്സംഗനായി എല്ലാം നോക്കി നിൽക്കുകയല്ല. ചൈന ആക്രമിച്ചാലും പോട്ടെ, ബോംബ് മുഴുവൻ കത്തി തകരുമ്പോഴും പുള്ളി അവിടെ തന്നെ ഉണ്ടായിരുന്നു. പുള്ളി ആരും ആക്ഷനും എടുത്തില്ല, ഒരു മറുപടിയും അതിനോട് ചോദിച്ചില്ല. അതങ്ങനെ തന്നെ പോയി എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് സാറേ ഇങ്ങനെയൊക്കെ പൊസിഷനിൽ എത്തിയിട്ട് നിസ്സംഗരായി ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? ഈ ഭരണചക്രം കറങ്ങുന്നത് നോക്കിയിരിക്കാൻ വേണ്ടി ആ കസേരയിലൊക്കെ ആളിനെ ഇരുത്തേണ്ടതുണ്ടോ? അല്ല, ഇപ്പം ഈ ജയശങ്കർ ഇരിക്കുന്ന കസേരയിലാണ് എ കെ ആന്റണി ഇരുന്നത് എന്ന് പറയാൻ നമുക്കൊരു പിന്നെ ലജ്ജയില്ലേ മലയാളികളായിട്ടുള്ള നമ്മൾക്ക്? അല്ലേ? ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എ കെ ആന്റണിയൊക്കെ ഇരുന്നിരുന്നാലുണ്ടല്ലോ
രാജ്യത്ത് വേറെ വല്ലൊരു കയറി നിരങ്ങി. ഇലക്ഷൻ വരുമ്പോൾ ഓരോ സംസ്ഥാനങ്ങൾ ഓരോ നേതാക്കന്മാരെ ഏൽപ്പിക്കുന്ന പരിപാടിയുണ്ട്. ആന്റണിയെ ഏൽപ്പിച്ച ഒരു സംസ്ഥാനവും ആന്റണിക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് പുള്ളിയുടെ ഒരു കഴിവെന്ന് പറയുന്നത്. ഇത് ഞങ്ങൾ ഈ കഴിവുകേടിനെ കുറിച്ച് പറയുന്നല്ലോ, ആദർശത്തിൻ്റെ പേരിൽ ബലിയഴിക്കപ്പെട്ട മുരളിയുടെ കാര്യമാണ് ഞങ്ങൾ ചർച്ച ചെയ്ത. ചർച്ച വന്ന് ഇവിടെ വന്ന് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് ചർച്ചയിലേക്ക് വീണ്ടും കടന്നു വരാം. സാറിനോട് ചോദിക്കും, സാറിപ്പം പറഞ്ഞു അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത് ഒരു ദുരുദ്ദേശമുണ്ടോ? ഇവിടെ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടെ കൂടി ഒരു മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി അടിയുണ്ടാക്കുമെന്നും അന്നേരം സോണിയാഗാന്ധിയുടെ ഒരു ഫോൺ വരുമെന്നും അന്നേരം കസര കയറി ഇരിക്കാവുന്ന ഒരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് എന്നാണോ സാറ് പറഞ്ഞു വരാൻ പോകുന്നത്? അല്ല, മുഖ്യമന്ത്രി പദം കൊടുത്താൽ ഇദ്ദേഹം പറയുമോ എനിക്ക് ഇത്രയും പ്രായമായി, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് അദ്ദേഹം പറയത്തില്ലല്ലോ. പക്ഷേ ഇനി അത് അങ്ങനെ കൊടുക്കാൻ തക്കവണ്ണം ഹൈക്കമാൻഡും അങ്ങനെ അങ്ങ് ഇതായി കഴിഞ്ഞു. ഇതിനെല്ലാം വെട്ടാനായിട്ടൊരു സാക്ഷാൽ ഹൈക്കമാൻഡ് അവിടെ ഇരിക്കുകയാണെന്ന് ഓർക്കണം. അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും കേരളമാണ് അദ്ദേഹത്തിൻ്റെയും നോട്ടവും പ്രവർത്തനവും എല്ലാം. ബീഹാറിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ പല കാര്യങ്ങളിലും പ്രസ്താവന ഇറക്കുന്നത് ഈ ഹൈക്കമാൻഡായ KC വേണുഗോപാലാണ്. ബീഹാറിൽ പോയില്ല, ഒന്നാലോചിച്ച്. അപ്പോൾ കേരളം നോട്ടമുണ്ട്. അതിൽ എത്ര വിജയം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പറയാറായിട്ടില്ല. മുഖ്യമന്ത്രി ആയില്ലെങ്കിലും KPCC പ്രസിഡന്റ് ഒക്കെ ആയി കൊടുത്താൽ പുള്ളിക്ക് സമാധാനമായിട്ട് ഇരിക്കാമായിരുന്നുള്ള ആഗ്രഹം കാണുമായിരിക്കും. ഇപ്പോഴും ഉണ്ടല്ലോ ചെയർമാൻ സ്ഥാനത്ത്, അങ്ങനെ ഉണ്ടോ? ഇരിക്കുന്നുണ്ട്. ആ സ്ഥാനം അങ്ങ് ഇരിക്കും. ഇന്ദിരാഭവനിൽ KPCC ആസ്ഥാനത്ത് വന്ന് ഇരിക്കാം. അതിനുള്ളതായ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് മുതിർന്ന നേതാവെന്നുള്ള രീതിയിൽ. ഇനിയൊന്നും ആ കൈകളുടെ തലോടലിലൂടെ ഒരു നേതാക്കന്മാരും വളരാൻ പോകുന്നില്ല. ആ ആന്റണി എന്ന് പറയുന്ന വൻമരത്തിൻ്റെ ചുവട്ടിലേക്ക് ഒരുത്തരും അങ്ങോട്ട് പോവുക പോലുമില്ല. തണൽ കിട്ടുമെന്നുള്ള ഒരു രീതി. നമ്മൾ കുറേ യുവ നേതാക്കന്മാരെ എടുക്കുമ്പോൾ ഇപ്പം നമ്മളീ പറയുന്ന കോൺഗ്രസ് രണ്ടായിട്ട് പിളരുമ്പോൾ അത് ഇന്ദിരാഗാന്ധി കേരളത്തിൽ മാത്രം കോൺഗ്രസ് വളരെ ശക്തമായി വരികയും ബാക്കി സംസ്ഥാനങ്ങളെല്ലാം പോവുകയും ഇന്ദിരാഗാന്ധി തന്നെ തോറ്റു പോവുകയും ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും കൈ പിടിച്ച് ഓടിയ ആളാണ് ആന്റണി. അന്നും ശക്തമായി ഉറച്ചു നിന്ന ആളാണ്, നിൽക്കുന്ന ആളാണ് കരുണാകരൻ. അപ്പോഴും അവിടെ നിന്നത് മാത്രമല്ല, അപ്പോൾ യുവാക്കളെ എല്ലാം കൊണ്ടുപോയി. മുരളിയായിരുന്നു യുവ നേതാവ്, മുരളിയേയും കൊണ്ടുപോയി. അപ്പോൾ ആരുമില്ലാതെ വന്നപ്പോൾ ആണ് ഇവിടുന്ന് ബാലജന സഖ്യത്തിൻ്റെ പ്രസിഡന്റൊക്കെ ആയിട്ടിരുന്ന രമേശ് എന്ന് പറഞ്ഞ ഒരാൾ, ചെന്നിത്തലയുണ്ട്, അതുപോലെ തന്നെ ഒരു മന്ദളം സുധാകരൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അവരെ അവിടുന്ന് കാറെ കയറ്റി. നമ്മൾ പറയുന്നത് കേൾക്കുന്ന സംഭവം, ഇദ്ദേഹത്തിനെ അവിടെ വിളിക്കാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹം ശാഖയിൽ റൂട്ട് മാർച്ച് നടത്തുമായിരുന്ന RSSന്റെ ശാഖ. അവിടുന്ന് പിന്നെ വിളിച്ചുകൊണ്ട് വന്ന് ഇവരെ രണ്ടുപേരെയും പന്തളത്ത് കൊണ്ടുവന്നിട്ട് അവിടുന്ന് കതറെടുപ്പും കതറുമുണ്ടും കൊടുത്ത് കരുണാകരൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി കൊടുത്തതാണ്. അവർ ഇതെല്ലാം ചെറിയ പ്രായത്തിൽ എത്രയെല്ലാം സ്ഥലങ്ങളിലെത്തി. എന്നാൽ ആന്റണിയോട് പോയ മുരളിയുടെ സ്ഥിതി എന്തായി? അതിനുശേഷം വന്ന കാർത്തികേയന്, അതിനുശേഷം വന്ന വേണുഗോപാൽ, ഇവരൊക്കെ, അതുപോലെ ശരത്ചന്ദ്ര പ്രസാദ്, ഇവരെയൊക്കെ ജയിപ്പിച്ച് അവരുടെ എൻ്റെ മക്കളെന്ന് പറഞ്ഞിട്ട് കരുണാകരൻ ചേർത്ത് നിർത്തുമ്പോൾ മുരളി എന്ന് പറയുന്ന ആൾ എത്രമാത്രം ദുഃഖിച്ച് കാണും സാറേ. ഒരു അച്ഛനില്ലാത്തൊരു മകനെ പോലെ ദുഃഖിച്ച് കാണത്തില്ലേ? എനിക്കൊരു ഗോഡ് ഫാദർ ഇല്ലാതായി പോയല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ച് കാണത്തില്ലേ സാറേ? ഒരു കാര്യം കൂടെ ഞാൻ സാറിനോട് പറയാണ്. ആന്റണി മുഖ്യമന്ത്രി ആയപ്പോൾ പോലും ഒരു ചെറിയ മന്ത്രിപദം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 23-ാമത്തെ വയസ്സിൽ മന്ത്രിയായ രമേശ് ചെന്നിത്തല, അവിടെ പുള്ളിയുടെ ജൂനിയറായ രമേശ് ചെന്നിത്തല ഉള്ള സ്ഥലത്ത് AK ആന്റണി മന്ത്രിയായപ്പോൾ ഒരു മന്ത്രിപദം കൊടുത്തേക്കാം എന്ന് കരുതിയില്ലല്ലോ സാർ? അല്ല, AK ആന്റണിയിൽ നിന്ന് ഇത് കൂടുതൽ പ്രതീക്ഷിക്കരുത്. കാരണം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി. ഇനി ഇതിന് നമ്മൾ നേരെ തിരിച്ചു പറഞ്ഞല്ലോ, കരുണാകരൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ ആ കരുണാകരനിലുള്ള ഗുണങ്ങൾ മുഴുവൻ ആരിൽ കാണുന്നുണ്ട്? മകനിൽ കാണുന്നുണ്ടെന്നുള്ളത്. അദ്ദേഹവും ഇതുപോലെ കൂടെ നിൽക്കുന്നവരെയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കരുണാകരൻ്റെ പിന്നീട് ഞാൻ അറിഞ്ഞതാണ്, നിരവധി ബോഡി ഗാർഡായിട്ടുള്ളവരും ഡ്രൈവറും ഒക്കെ പ്രായാധിക്യത്താലൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ ഈ കരുണാകരൻ്റെ മകൻ മുരളീധരൻ അവിടെ എല്ലാം ഓടിയെത്തുന്നുണ്ട്. കാരണം അത്ര വലിയൊരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അല്ല, മാത്രമേ ഇദ്ദേഹം കുട്ടിയായി നടക്കുന്ന സമയത്തും ഇവരൊക്കെ കരുണാകരനെ കാണാൻ വരുന്നതൊക്കെ ഇദ്ദേഹത്തിന് അറിയാമല്ലോ. അവരെല്ലാം ഇവരൊക്കെ പറയാറ്, അവരൊക്കെ ചേർത്ത് മുരളീധരനെയൊക്കെ എടുത്ത് മടി വെച്ചിട്ടുള്ള ആൾക്കാരൊക്കെയാണല്ലോ. തെന്നല ബാലകൃഷ്ണനെ പോലുള്ള വലിയ ആൾക്കാരൊക്കെ, അവരൊക്കെ മരണപ്പെടുമ്പോൾ അവിടെ ഓടിയെത്തുക, അവരോട് കുടുംബത്തോട് സംസാരിക്കുക, ഇതൊക്കെ വലിയ ഒരു അനുഭവമായിട്ട് തന്നെ കരുണാകരൻ്റെ ഒരു അസാന്നിധ്യം അവിടെ ഇല്ലാതെയാകും. ആന്റണി എന്തിനാണ് ഇവരൊക്കെ ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ, ആന്റണിയുടെ ആവശ്യത്തിന് വേണ്ടി തനിക്ക് പിന്തുണ ഒരു യുവനിര തന്നോടൊപ്പം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഇവരെയൊക്കെ ചേർത്ത് നിർത്തിയത്. അതിലൂടെ തൻ്റെ കാര്യം നേടിപ്പോവുകയും ചെയ്തു എന്നുള്ളതാണ്.
അല്ലാതെ അതിനകത്ത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ആ എ കെ ആന്റണി എന്ന് പറയുന്നത് വ്യക്തികൾക്ക് സഹായം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇപ്പം മുരളിയുടെ കാര്യം പറഞ്ഞു നമ്മൾ, അതുപോലെ കൂടെ നിന്നിട്ടുള്ള മറ്റ് നേതാക്കന്മാർക്ക് പിന്നെ നാടിനെന്തെങ്കിലും ഗുണം ഉണ്ടാക്കിയിട്ടുണ്ടോ? എനിക്കറിവില്ല. ഏതെങ്കിലും ഒരു കാര്യം നമ്മളിപ്പോൾ അന്നൊക്കെ കരുണാകരനെ എതിർത്ത് സംസാരിക്കുക അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ചൊക്കെ, ഇപ്പോൾ ഈ സമീപകാലത്തൊക്കെ ഈ പിന്നെ ജനം ഒക്കെ പറയുന്നുണ്ടല്ലോ, കെ കരുണാകരന് എത്രയോ നല്ല മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പല പദവികളിലൊക്കെ ഇരുന്നിട്ടുണ്ട്. കേന്ദ്രത്തിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രി, ഡിഫൻസ് മിനിസ്റ്റർ, എന്ത് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്? അദ്ദേഹം ജയിച്ച മണ്ഡലങ്ങളിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ല എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നമ്മുടെ കഴക്കൂട്ടത്തൊക്കെ ഒന്ന് ജയിച്ചിട്ട് കഴക്കൂട്ടത്തൊക്കെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നാണ്. ഈ ചേർത്തലയായിരുന്നല്ലോ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മണ്ഡലം. പിന്നെ അത് കഴിഞ്ഞാണ് ഈ കഴക്കൂട്ടത്ത് മുഖ്യമന്ത്രി ആയതിനു ശേഷം വന്ന് മത്സരിക്കുക ഉപതെരഞ്ഞെടുപ്പിലേക്ക് വന്നു എന്നുള്ളതാണ്. എന്ത് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്? ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് പോയി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം നമുക്ക് അടിയുറപ്പിച്ച് പറയേണ്ടി വരും സാറേ, ഇദ്ദേഹത്തെ എത്ര നേരത്തെ കേന്ദ്രത്തിലേക്ക് വിളിച്ചത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസിന്റെ ഒരു പച്ചത്തുരുത്ത് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തെ അന്ന് തന്നെ അവിടെ ഇട്ടിരുന്നെങ്കിൽ ഇത് നശിപ്പിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം നേരത്തെ തന്നെ ഇവിടെ ഇല്ലാതാക്കിയേനെ. ഇപ്പൊ കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടായിരുന്നുവെങ്കിൽ ആന്റണി പോരില്ല. അല്ല, ഒരിക്കലും എ കെ ആന്റണി ഏത് പൊസിഷനിലായിരിക്കും ഇപ്പൊ ഇരിക്കുന്നത്? ഇപ്പൊ പ്രായം ഏതാണ്ടൊരു 85-88 ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് ആയിരിക്കും ഇരിക്കുക പോരെ, കാരണം അതിനപ്പുറത്തേക്ക് പറ്റത്തില്ല. ഇപ്പൊ BJP-യിലെ LK അദ്വാനി ആഗ്രഹിച്ചില്ല ഇന്ത്യയുടെ പ്രസിഡന്റ് ആകണമെന്ന്, അല്ലേ? കാരണം അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ഇത് വെച്ച് ഇനിയിപ്പോൾ ആ സ്ഥാനത്താണ് യോഗ്യനെന്നുള്ള രീതിയിൽ. അപ്പം എ കെ ആന്റണി അത് സ്വപ്നം കണ്ടിരുന്നു എന്നുള്ളതാണ്. സ്വപ്നം കണ്ടിരുന്നു പറഞ്ഞാൽ ഈ 2014 ഇവരുടെ കണക്ക് കൂട്ടൽ എന്തായിരുന്നു അറിയാമോ? ഇപ്പം മോദി വന്നു, 2019 നരേന്ദ്രമോദി തുടരില്ല എന്നാണ് ഇവരെല്ലാം കണക്ക് കൂട്ടിയത്. വീണ്ടും നമ്മുടെ ഈ രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രധാനമന്ത്രിയായി വരാൻ പോകുന്നത്. കേരളത്തിലെ ജനങ്ങളും അങ്ങനെ കണക്ക് കൂട്ടി. അതല്ലേ വയനാട്ടിൽ വന്നു നിന്ന് ജയിച്ചപ്പോൾ വൻ ഭൂരിപക്ഷം കേരളം മുഴുവൻ UDF തരംഗം ഉണ്ടാകുന്നു ഒക്കെ ചെയ്യുന്നു. പിന്നെ കുഞ്ഞാലിക്കുട്ടി ഇവിടെ നിന്ന് മത്സരിച്ചു പോകുന്നു. പിന്നെ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ നേതാവ് എന്നുള്ള രീതിയിൽ ഒരു ക്യാബിനറ്റ് റാങ്ക് കണ്ടിട്ടാണ് പോയത്. അല്ലാതെ ഒന്നും MP ആയിട്ടിരിക്കാനാണോ കുഞ്ഞാലിക്കുട്ടി പോകുന്നത്? കുഞ്ഞാലിക്കുട്ടിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. ശരിയായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കൊക്കെ എത്തിച്ചേരേണ്ട ആളായിരുന്നു. ഇന്ന് KC വേണുഗോപാൽ ഇരിക്കുന്നത് പോലെ രാഹുൽ ഗാന്ധിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ട് ഇരിക്കേണ്ട ആളായിരുന്നു. നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ്, നല്ല പ്രാസംഗികനാണ്. ഓരോ മണ്ഡലങ്ങളിൽ അവിടെ MLA ആകുന്ന സമയത്തും അദ്ദേഹത്തെ കൊണ്ട് കഴിയാവുന്ന അത്രയും കാര്യങ്ങൾ ആൾക്കാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ആളായിരുന്നു. എല്ലാവർക്കും പ്രാപ്യമായ ആളായിരുന്നു. മാത്രമല്ല ആരുടെയും ഒരു സ്കൂട്ടറിൻ്റെ പുറയിൽ കയറി നീ മുണ്ട് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ പുറയിൽ കയറി ആ സ്ഥലത്തേക്ക് പോകുന്ന ഒരാളായിരുന്നു. അത്രമാത്രം സാധാരണക്കാരുടെ കൂടെ ചേർന്ന് നിന്ന ആളായിരുന്നു മുരളി. ആ മുരളിയെ മറന്നുകൊണ്ട് നമ്മൾ ഏത് പൊളിറ്റിക്സ് ചർച്ച ചെയ്താലും അതൊരു ചർച്ചയാവില്ല. ഒരു പ്രാദേശിക നേതാവിൻ്റെ ആ രീതിയിലല്ല ഞാൻ അങ്ങനെ ഒരാളിനെ അടയാളപ്പെടുത്താതെ പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. മുരളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്ലസ് പോയിന്റ് തന്നെയല്ലേ, മണ്ഡലം മുഴുവൻ നിറഞ്ഞു നിൽക്കുക എന്നുള്ളത്. അത് മറ്റാർക്കും കിട്ടാത്ത കാര്യമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞോട്ടെ. ഇപ്പം ശശി തരൂർ MP ആണ്. 2009 മുതൽ 2009, 2014, 2019, 2024 വന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച് പോയി. തിരുവനന്തപുരത്തിന് വലിയ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കുറേ ഹൈമാക്സ് ലൈറ്റ് കിട്ടില്ല സാർ. ഹൈമാക്സ് ലൈറ്റ് കൊടുക്കാം, അത് ഇല്ലെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം ഇരുട്ടി കിടക്കില്ല. തിരുവനന്തപുരത്ത് അദ്ദേഹം വരാറുമില്ല, വല്ലപ്പോഴും ഒന്ന് വരും. അതൊക്കെ അല്ലാതുള്ള തലത്തിലുള്ള മീറ്റിങ്ങുകൾക്കും കാര്യങ്ങൾക്കും വന്നിട്ട് എന്തെങ്കിലും ഒരു വിവാദ പ്രസ്താവന നടത്തി പുള്ളി പോകും. അപ്പം ഞാനിവിടെ എന്ന് അറിയിക്കും. പുള്ളി തിരുവനന്തപുരത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ നല്ലൊരു ഇപ്പം പൊതുസമ്മതരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഈ ചിലർ നോക്കി പോകുമല്ലോ. CPM-കാരായാലും BJP ആയാലും കോൺഗ്രസും ഒക്കെ ഇലക്ഷൻ നിർത്താൻ വേണ്ടി. ഇപ്പം ഞാൻ ചോദിച്ചിട്ട് കൊല്ലത്ത് മുകേഷിനെ നിർത്തി. കൊല്ലത്തുകാർക്ക് എന്ത് ഗുണം? കൊല്ലത്തുകാർ തലയെ കൈവച്ച് പ്രാഗിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഒന്ന് തിരിച്ചു വിളിക്കുമോ എന്നും ചോദിച്ചുകൊണ്ട് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ മുരളിയെപ്പോലുള്ള ഒരാൾ MLA ആയി കഴിഞ്ഞത് ഏത് തരത്തിലായിരുന്നു? ജനങ്ങളുടെ അടുക്കൽ എത്തണം.
MLA എന്നൊക്കെ പറയുമ്പോഴേ അവിടെയാണ് മുരളിയുടെ വിജയം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഒരിടത്ത് കുടിവെള്ളമില്ല എന്ന് പറയുമ്പോൾ അവിടെ എത്തുന്നു. ഇതേ രീതിയായിരുന്നു കേട്ടോ കരുണാകരൻ്റെ മകൻ മുരളീധരൻ വട്ടിയൂർക്കാവ് വലിയൊരു രീതിയിൽ എല്ലായിടത്തും എത്തുന്നു. ഇവിടുത്തെ ഇടറോഡുകളൊക്കെ തന്നെ അദ്ദേഹം ഇടപെട്ടെല്ലാം ശരിയാക്കുന്നു. താമസമുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ വേണ്ടപ്പെട്ടവരെ വിളിക്കുകയൊക്കെ ചെയ്യുന്നു. ഞാൻ ആ മണ്ഡലത്തിൽ നിന്ന് കാര്യങ്ങൾ അനുഭവിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയമായിട്ട് ചിലപ്പോൾ നമുക്കത് അവരുടെ ഇതിനോടൊക്കെ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും മുരളീധരൻ്റെ നീക്കം വളരെ നല്ലതാണ് എന്നുള്ളതാണ്. കരുണാകരൻ്റെ ഗ്രൂപ്പിൽ പോയിരുന്നതിലുണ്ടല്ലോ എം മുരളി നല്ല സ്ഥാനത്ത് ഇരുന്ന് കാലം ചെയ്യുമായിരുന്നു. അതെ, നല്ല പൊസിഷനിലായിരുന്നു. നല്ല മന്ത്രിയാകാനും പ്രതിപക്ഷ നേതാവാകാനും KPCC പ്രസിഡന്റ് ഒക്കെ ആകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേനും അത് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത്. എം മുരളി എന്ന് പറയുന്ന ആളിനെ രാഷ്ട്രീയ അനുഭവിച്ച 80കളിലെ രാഷ്ട്രീയം കണ്ടിട്ടുള്ള ഒരാൾ പോലും മറക്കാത്ത നല്ല പ്രാസംഗികനായിട്ടുള്ള ആ മനുഷ്യന് ആത്മശാന്തി നേർന്നുകൊണ്ട് ഞങ്ങൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.